അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.4 ഇത് റിലീസ് ചെയ്ത് ഒരാഴ്ചയായുള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് 26.4ൻ്റെ നിരവധി വീഡിയോസ് ഞാൻ കണ്ടു. ഈ വീഡിയോസിലെല്ലാം 26.4നെ പറ്റി മോശമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ആരും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യില്ല, നിരവധി ബഗ്ഗുണ്ട്, ഡിസ്പ്ലേ അടിച്ചു പോകും, അങ്ങനെ നിരവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, അതോ ഇതൊക്കെ വെറുതെ ആൾക്കാർ തള്ളിവിടുന്നതാണോ, അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ യൂസ് ചെയ്തിട്ടും അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല യൂസേഴ്സിൻ്റെയും ഫീഡ്ബാക്ക്, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ആദ്യം തന്നെ 26.4ൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്തപ്പം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയൊരു പുതിയൊരു ഫീച്ചർ, ചെറിയൊരു കാര്യമാണ്, വലിയ സംഭവമൊന്നുമല്ല. ഈ ഒരു സെറ്റിങ്സിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ പാസ്വേഡൊക്കെ കണ്ടു വേണം, കുഴപ്പമില്ല, ഡേറ്റ യൂസേജ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളും അതിൽ എത്ര പെർസെൻറ്റേജ് നെറ്റും അവർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ യൂസേജ് നമുക്കിവിടെ സ്റ്റാറ്റിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൽ ലിസ്റ്റ് ചെയ്യാത്തത് അതർ ഡിവൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ നമ്മളുടെ ഹോട്ട്സ്പോട്ട് എത്രത്തോളം നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. അത് കുഴപ്പമില്ല, നല്ലൊരു ഫീച്ചർ തന്നെയാണ്. സോ നിങ്ങളൊരു മാക് യൂസറാണ്, ക്രിയേറ്റീവ് വർക്ക്സിന് വേണ്ടിയാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ വർക്ക് സ്പേസ് ഒരു 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ ഗ്രൈഡിങ്, കോഡിങ്, അതോടൊപ്പം തന്നെ കണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അപ്ഗ്രേഡ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഫോർ മണി മോണിറ്ററാണ് ബെൻക്യൂൻ്റെ MA സീരീസ് എന്ന് പറയുന്നത്. MA 2700UP എന്ന് പറയുന്ന മോണിറ്ററാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഈ മോണിറ്ററിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. ഈ MA സീരീസ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇതുപോലുള്ള മാക് യൂസേഴ്സിന് ഓപ്റ്റിൻ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പ്രോ സീരീസ് മാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്പ്ലേ കാലിബ്രേഷൻ അല്ലെങ്കിൽ കളർ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിന് സിമിലർ ആയിട്ടുള്ള കളർ റീപ്രൊഡക്ഷനാണ് ബെൻക്യൂൻ്റെ MA സീരീസ് മോണിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മോണിറ്ററിൻ്റെ കീ ഹൈലൈറ്റ് ഫീച്ചറാണ് ഇതിൻ്റെ ഗ്ലോസി ഫിനിഷ്. ഇതൊരു പ്രീമിയം ഗ്ലോസി ഫിനിഷാണ്, ലുക്ക് എക്സാക്ട്ലി ലൈക്ക് മാക്. കാരണം ആ ഒരു മിറർ ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഗ്ലോസി ഫിനിഷ് പാനൽസ് ബെൻക്യൂ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എലോങ് വിത്ത് ദാറ്റ് HDR10 ഡീപ്പ് കോൺട്രാസ്റ്റ് ആൻഡ് പഞ്ചി ഡീറ്റെയിൽസും ഈ ഒരു പാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയും വൈബ്രൻ്റ് ആയിട്ടുള്ള കളറും കളർ ആക്യുറസിയും ഈ ഒരു പാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബെൻക്യൂ മോണിറ്റേഴ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ USB Type-C കേബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാക്ക് ചാർജ് ചെയ്യാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇമേജ് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അതിലൂടെ നിങ്ങളുടെ മാക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് 15 വോട്ടിൻ്റെയും 90 വാട്ട്സിൻ്റെ പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടുകൾ കാണാം. എലോങ് വിത്ത് ദാറ്റ് 2 HDMI പോർട്ടും നോർമൽ USB Type-A പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മോണിറ്ററിൻ്റെ എർഗണോമിക്സ് അത് നമുക്ക് നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എലോങ് വിത്ത് ദാറ്റ് ഇതിന് ഡിഫറെൻറ്റ് കളർ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ഇത് മാറ്റാൻ സാധിക്കും. ഇനി മാക് യൂസേഴ്സിന് ഈ ഒരു മോണിറ്ററിൻ്റെ ഫുൾ ഫങ്ഷണാലിറ്റീസും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിൽറ്റ് ഇൻ ഡിസ്പ്ലേ പൈലറ്റ് ആപ്ലിക്കേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്തരം പ്രീമിയം ഗ്ലോസി ഫിനിഷും അതോടൊപ്പം കളർ റീപ്രൊഡക്ഷനും ബെറ്റർ എർഗണോമിക്സ് ഈ ഒരു മോണിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മാക് യൂസറാണ്, ഒരൊറ്റ സിംഗിൾ കേബിൾ ഡീക്ലട്ടർ ആയി കിടക്കുന്ന നിങ്ങളുടെ ഡെസ്ക് റീപ്ലേസ് ചെയ്യണം, ഈ പറഞ്ഞ കീ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബെൻക്യൂൻ്റെ MA സീരീസ്. സോ ഈ ഒരു മോണിറ്റർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി എൻ്റെ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ബാറ്ററി വൈസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം എൻ്റെ ബാറ്ററി 7% ആണ്. കാരണം ഇന്നലെ ഞാൻ ഡിവൈസ് ബാറ്ററി ചാർജ് ചെയ്തത് ഇവിടെ വ്യൂവോൾ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൺഡേ ഞാൻ അപ് ടു 100% വരെ അത് ചാർജായി. ഞാൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് 90 ആണ്. ഈവൻ ദോ ചാർജിങ് ലിമിറ്റ് അങ്ങനെ സെറ്റ് ചെയ്താലും മിക്കവർക്കും അറിയാം അവരുടെ ഫോൺ 100%ലേക്കൊക്കെ ചാർജ് ആകും. കാരണം അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എൻ്റെ 100% ഉണ്ട്, 167 ആണ് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. സോ ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ല, സൂപ്പറാണെന്ന് ഞാൻ പറയത്തില്ല, വലിയ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇന്നലെ മൺഡേ നമുക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. റിമൈനിങ് ഞാൻ എൻഡ് ചെയ്തത് 50%-ലാണ് എനിക്ക് മിച്ചമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. അതും ചാർജ് ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 56% ആണ് ഞാൻ ചാർജ് ചെയ്തത് രാവിലെ 9:30.
ഇപ്പം സമയം 4:16. സോ വലിയ ഭീകര ബാക്കപ്പ് ഒന്നും ലഭിക്കുന്നില്ല, പക്ഷേ മോശമല്ലാത്ത ഒരു അപ്ഡേറ്റ് ആണ്. ഇതുവരെ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്തു. ഞാൻ ഇതുവരെ റീസെറ്റ് ചെയ്തിട്ടില്ല. റീസെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കുറേയും കൂടെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ നിങ്ങളും കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പാണ് ലഭിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പോട്ടെ. നീ തീരെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്യാം. അത് മുന്നോട്ട് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ 26.3-ലും 2-ലും ഒക്കെ ലഭിച്ച പോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ലാഗോ സ്റ്റട്ടറിങ്ങോ ഒന്നും തന്നെ ഈ ഡിവൈസിൽ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് പെർഫോമൻസിൽ ലാഗ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചില യൂസേഴ്സിനെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗാണെന്നൊക്കെ പറയും. പക്ഷേ അവർ ഫോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ലോ പവർ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ iPhone 13 Pro മുതലുള്ള ഡിവൈസുകൾ നമുക്കറിയാം 120 Hz റീഫ്രഷ് റേറ്റ് ഉള്ളതാണ്. ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റട്ടറിങ് ഒക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇത് ഡിസേബിൾ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്താണ്. കാരണം 120 Hz റീഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് എനേബിൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കണ്ടോ ആ സ്റ്റട്ടറിങ് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു സ്ലോ മടുപ്പ് ലാഗ് പോലെ കാണാൻ സാധിക്കും. സോ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റട്ടറിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോകളിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിലൊരു 2-3 തവണയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. ഫോണിന് നല്ലതാണ്. കാരണം അങ്ങനെയുള്ള ചെറിയ ഗ്ലിച്ചുകളെയും ബഗ്ഗുകളെയൊക്കെ നമുക്ക് നിസ്സാരം ഒരു റീസ്റ്റാർട്ടിലൂടെ പരിഹരിക്കാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഉണ്ട്. അത് കഴിഞ്ഞ അപ്ഡേറ്റിലും ഞാൻ ഫേസ് ചെയ്തതാണ്. ഇതൊരു OSൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നെഗറ്റീവാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇത് വേറെ എവിടെയില്ല, വാട്സാപ്പിന് മാത്രമാണ്. വാട്സാപ്പിനും വാട്സാപ്പ് ബിസിനസ്സിനും എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ നമ്മൾ ഒരാളെ കോൾ ചെയ്യാൻ വേണ്ടി കോൾ ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോളിൻ്റെ സ്ക്രീൻ വരത്തില്ല. നമ്മൾ വാട്സാപ്പ് എക്സിറ്റ് ആയാലും മേളിൽ ഇങ്ങനെ ലൈവ് ആക്ടിവിറ്റി വന്ന് കിടക്കുന്നതല്ലാതെ കോൾ സ്ക്രീൻ കാണാൻ സാധിക്കത്തില്ല. അതൊരു ബഗ്ഗാണ്. സോ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാട്സാപ്പ് ഫോഴ്സ് ക്വിറ്റ് ചെയ്യും. ഫോഴ്സ് ക്വിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും ആ കോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ആ കോൾ സ്ക്രീനിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും വാട്സാപ്പിനും വാട്സാപ്പ് ബിസിനസ്സിനും ഇതേ പ്രോബ്ലമാണ്. സോ നിങ്ങൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇത് മാറിയിട്ടില്ല. വേറെ ഒരു ആപ്ലിക്കേഷനിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല. സോ നിങ്ങൾ എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫോണിൻ്റെ അപ്ഡേറ്റ് ചെയ്യുമ്പം മസ്റ്റായിട്ട് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഇതേ അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ റീൽസിലൂടെ വീഡിയോസിലൂടെയൊക്കെ കണ്ട് ആരും 26.4 അപ്ഡേറ്റ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ വീഡിയോ ഇട്ട ആളുകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷനോ പാനിക്കോ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാകും. കാരണം അവരതിൽ പറയുന്ന മിക്ക കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റിലും പല യൂസേഴ്സും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഞാനൊരു പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റിലും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോശമായിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇതേ അപ്ഡേറ്റിനെ പറ്റി. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കമൻറ്റ് ഓവറോൾ ഗുഡാണ്. സോ പല മോഡൽസിലും അല്ലെങ്കിൽ പല യൂസേഴ്സിനും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവരുടെ ഫോൺ യൂസ് ചെയ്യുമ്പം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എന്ന് കരുതി എല്ലാവർക്കും അതേ എക്സ്പീരിയൻസ് ആണോ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പലരും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് കാണുമ്പം ഒരു ഗ്രേ കളർ ഡിസ്പ്ലേയിൽ വരുന്നു അല്ലെങ്കിൽ മങ്ങിയ രീതിയിൽ ഡിസ്പ്ലേ പോകുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങളിത് ഡിം ഫ്ലാഷ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ആക്കി വെക്കുക. ഇത് ഓഫാക്കി വെച്ചാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം അവസാനിക്കുന്നതാണ്. കാരണം ഡിസ്പ്ലേയിൽ വരുന്ന ഫ്ലാഷി ആയിട്ടുള്ള ലൈറ്റുകളെ ഡിം ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചറാണിത്. 3 ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പം പ്രോസസ്സിംഗ് ആണ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു തലവേദന. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അതിൽ കൂടുതൽ നോയ്സുകൾ വരുന്ന കാര്യങ്ങൾ. ഇത് പൊതുവെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ക്യാമറ അടിച്ചു പോകുമോ അല്ലെങ്കിൽ ക്യാമറയുടെ സെൻസറിന് വ്യത്യാസമൊന്നും വരത്തില്ല. അതായത് ഫോണിലുള്ളത് 48 MP ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 24 അല്ലെങ്കിൽ 12 MP ആകത്തില്ല. എന്താണോ ക്യാമറയ്ക്കുള്ള പിക്സൽ അത് തന്നെ എങ്ങനെയായിരിക്കും. പക്ഷേ പ്രോസസ്സിങ്ങിൽ ബഗ്ഗുകളോ ഗ്ലിച്ചുകളോ ഉണ്ടാകുമ്പം അത് ഇമേജിനെ ബാധിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഏറ്റവും നല്ലത്. ഇനി ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതേ പ്രോബ്ലംസ് ക്യാമറയ്ക്കുണ്ടെങ്കിൽ OS ഒന്ന് റീഫ്രഷ് ചെയ്യാം. അതായത് OS ഒന്ന് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണം എന്നതിനെപ്പറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. 3 ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബാറ്ററി ട്രെയിനിങ് നമുക്ക് പൊതുവെ ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 3 തൊട്ട് 4 ദിവസം വരെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ.
സോ സ്റ്റിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് പ്രോപ്പർ അല്ല, മോശമായിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പാണ് ലഭിക്കുന്നത്, അതോടൊപ്പം ഡിവൈസ് ഹീറ്റ് ആകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റിങ്സ് ജനറൽസിൽ പോയിട്ട് ഏറ്റവും താഴെ നമുക്കിവിടെ റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് പാസ്വേഡ് അടിച്ച് നമ്മളുടെ ഡിവൈസിൻ്റെ സെറ്റിങ്സ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സെറ്റിങ്സ് റീസെറ്റ് ആകുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഈ സിം ഉൾപ്പെടെ സേവ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ഇത് സെറ്റിങ്സ് മാത്രമേ റീസെറ്റ് ആക്കത്തുള്ളൂ. ആ കാര്യവും ചെയ്തു നോക്കാവുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് ഉടനെ അല്ല, 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് ലഭിക്കത്തുള്ളൂ. ഇനി ഹീറ്റിംഗ് ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോ എടുക്കുമ്പം സെറ്റിങ്സോ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കുമ്പം ഡിസ്പ്ലേ വെള്ള കളറിൽ വരുന്നു പെട്ടെന്ന് കുറച്ച് സെക്കൻഡിലേക്ക്. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാകും. ഒന്നെങ്കിൽ അത് ഡിസ്പ്ലേ ഹാർഡ്വെയർ ലെവലിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആപ്പിളിൻ്റെ സപ്പോർട്ട് ആപ്പ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ആപ്പിളിൻ്റെ ഈ സപ്പോർട്ട് ആപ്പ് വഴി നമുക്ക് ആപ്പിളിൻ്റെ സപ്പോർട്ട് ടീമുമായിട്ട് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യുമ്പം ഫോൺ ഡയഗ്നോസ് ചെയ്യാൻ പറയുക. ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പം ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയർ കമ്പോണൻസിന് ഇഷ്യൂസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറിയാൻ സാധിക്കും. അതിന് ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതറിയാം. അതിനുശേഷം ഹാർഡ്വെയർ ലെവലിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ആകാനുള്ള ചാൻസസ് ആണ്. നിങ്ങൾക്ക് OS റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. റീസ്റ്റാർട്ടോ റീസെറ്റോ അല്ല ചെയ്യേണ്ട, റീസ്റ്റോർ ചെയ്യാം OS. സോ ആദ്യം യൂസർ ഡാറ്റ ബാക്കപ്പ് ചെയ്തതിന് ശേഷം റീസ്റ്റോർ ചെയ്യുക. ഇതായിരിക്കും ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഡിസ്പ്ലേ അടിച്ചു പോകുന്ന ഇഷ്യൂ ഇത് പണ്ടേ മുതലുള്ളതാണ്, ഇന്നലെ മുതൽ വന്നതല്ല. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 14-13 സീരീസിലാണ്. ഇപ്പോഴും ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ നമുക്ക് ഈ അപ്ഡേറ്റ് ത്രൂ ഉണ്ടാകുന്ന ഡിസ്പ്ലേ ഇഷ്യൂസിന് അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാം എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ചെയ്യുക. ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിരവധി സെക്യൂരിറ്റി പാച്ചസ്, ബഗ്ഗുകൾ പാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. സോ ധൈര്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.